നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വൻ വിജയം നേടുമെന്ന് രാഹുൽ ഗാന്ധി. കൊച്ചിയിൽ മഹാപഞ്ചായത്ത് എന്ന പേരിൽ KPCC സംഘടിപ്പിച്ച തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു രാഹുൽ. കേരളത്തിൽ തൊഴിലില്ലായ്മ രൂക്ഷമാണ്. കോൺഗ്രസ് നേതൃത്വം ജനങ്ങളോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. And this coming election and the local body election will demonstrate that the people of Kerala's voice is loud and clear. And I was very clear. In both those meetings I said that the UDF is going to win the Panchayat elections and the Vidhan Sabha elections. There is a huge unemployment problem in this state. The UDF and the Congress party have to provide a vision for Kerala which addresses this unemployment problem. For any government to succeed, the leadership needs to be accessible to the people. The leadership has to merge with the people. And I'm confident that the leadership of both the UDF and the Congress party is going to be humble, is going to merge with the people of Kerala, and is going to truly become an expression of the voice of people of Kerala. വർഗീയതയുടെ പേരിൽ നാടിനെ കുത്തിക്കീറാൻ കുറച്ചുപേർ ശ്രമിക്കുമ്പോൾ അതിനെ കോൺഗ്രസ് ചോദ്യം ചെയ്യുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. CPIM വർഗീയതയ്ക്ക് കുടപിടിക്കുന്നതിനെ ചോദ്യം ചെയ്യും. വർഗീയവാദികൾക്ക് തീപ്പന്തം എറിഞ്ഞു കൊടുക്കുകയാണ് CPIM എന്നും VD സതീശന്റെ വിമർശനം. ഈ നാടിനെ ഛിന്നഭിന്നമാക്കാൻ, ഈ നാടിനെ കുത്തിക്കീറാൻ ഇവിടെ കുറെ ആളുകൾ ശ്രമിക്കുമ്പോൾ അവർക്ക് കുടപിടിച്ചു കൊടുക്കുന്ന സമീപനം ഈ സംസ്ഥാനത്തെ ഗവൺമെന്റും അവർക്ക് നേതൃത്വം കൊടുക്കുന്ന CPM-ഉം ചെയ്യുമ്പോൾ അതിനെ നമ്മൾ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. ഞാൻ ഇന്ന് പറഞ്ഞു, ഒരു തീപ്പൊരി വീണാൽ ആളിക്കത്താൻ നിൽക്കുന്ന ഈ കേരളത്തിൽ വർഗീയവാദികൾ അതിൽ കാത്തിരിക്കുമ്പോൾ അവർക്ക് തീപ്പന്തമെറിഞ്ഞു കൊടുക്കുകയാണ് CPM ചെയ്യുന്നത് എന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. കോൺഗ്രസിന്റെ മഹാപഞ്ചായത്ത് പരിപാടിയിൽ ആവശ്യമായ പരിഗണന ലഭിക്കാത്തതിൽ ഡോക്ടർ ശശി തരൂർ MPക്ക് കടുത്ത അതൃപ്തി. വിശദാംശങ്ങളുമായി ഇപ്പോൾ വിപിൻ C വിജയൻ ചേരുന്നുണ്ട്. വിപിൻ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയമുറപ്പെന്ന് രാഹുൽ പറയുന്നു. അതിനിടയിൽ ഇപ്പോൾ ശശി തരൂരിന്റെ അതൃപ്തി കൂടി ചർച്ചയാകുന്നു. വിവരങ്ങൾ. ഉന്മേഷ്, നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കം എന്നുള്ള നിലയ്ക്കായിരുന്നു മഹാപഞ്ചായത്ത് വിജയോത്സവം ഇന്ന് കൊച്ചിയിൽ സംഘടിപ്പിച്ചത്. ഇതിൽ രാഹുൽ ഗാന്ധി ഒരു സംസ്ഥാന സർക്കാരിനെ കടന്നാക്രമിക്കുന്ന ഒരു നിലപാടല്ല അദ്ദേഹം എടുത്തത്. അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് രൂക്ഷമായിട്ടുള്ള ഒരു തൊഴിലില്ലായ്മ പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നുണ്ട്, അതുകൊണ്ടാണ് വിദേശത്തേക്കൊക്കെ തന്നെ ആളുകൾ പോകുന്നത്. അതിനെന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് കോൺഗ്രസ് ഈ ഒരു തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ പറയുമെന്നുള്ളതാണ്. മറ്റൊന്നുള്ളത് അദ്ദേഹം വയനാടുമായി ബന്ധപ്പെട്ടതാണ്. ആ ഒരു തീരുമാനമെടുത്തത് വളരെ വൈകാരികമായിട്ടായിരുന്നു തന്റെ സഹോദരിയെ ഇങ്ങോട്ടേക്ക് അയച്ചത്. ഇന്ത്യയിൽ RSS സ്വാഭാവികമായിട്ടും അവർ ഒരു അടിമയാക്കാനും ഒപ്പം തന്നെ ആളുകളെ നിശബ്ദമാക്കാനുമുള്ള അത്തരമൊരു കാര്യങ്ങളിലേക്കാണ് കൂടുതൽ കടക്കുന്നത്. എന്നാൽ കേരളത്തിലെ ജനങ്ങളെ അതിലേക്ക് കിട്ടില്ല എന്നുള്ള ഒന്നുമാണ് രാഹുൽ ഗാന്ധി പ്രധാനമായും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞത്. അദ്ദേഹം ഒഴിച്ച് മറ്റെല്ലാ നേതാക്കളും CPM-ന്റെ വർഗീയതയാണ് ഊട്ടിയുറപ്പിക്കുന്നു എന്നുള്ള നിലയ്ക്കായിരുന്നു സംസാരിച്ചു കൊണ്ടിരുന്നത്. ഇതിൽ വേണ്ടത്ര ഒരു പരിഗണന, അതായത് രാഹുൽ ഗാന്ധി വന്നതിന് ശേഷം സംസാരിച്ച ആളുകളിൽ തന്നെ ഉൾപ്പെടുത്തിയില്ല, വേണ്ടത്ര പരിഗണന ലഭിച്ചില്ല എന്നുള്ള പരാതി ശശി തരൂർ MP ഉണ്ടായിരിക്കുന്നു. അദ്ദേഹം അത് ദീപാദാസ് മുൻഷിയെയും KC വേണുഗോപാലിനെയും അറിയിച്ചു എന്നുള്ളത് കൂടിയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെ വിപിൻ C വിജയനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.